السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. എൻ്റെ ആദരവും ബഹുമാനവും നിറഞ്ഞെൻ്റെ കൂട്ടുകാരനും സഹപ്രവർത്തകനുമായ നമ്മുടെ ഈ മഹത്തായ പരിപാടിക്ക് ദുആക്ക് നേതൃത്വം നൽകിയ ദുആ കൊണ്ട് ധന്യമാക്കി തന്ന ബഹുമാനപ്പെട്ട എൻ്റെ നാട്ടിൻ്റെ പനമച്ച റഹ്മാനിയ ജുമാഅത്ത് പള്ളിയുടെ ബഹുമാനപ്പെട്ട ഖതീബായ ഉസ്താദുമായ അബ്ബാസ് മദനി അവരുകളെ, അതുപോലെ തന്നെ ഈ സംരംഭത്തിന്റെ അധ്യക്ഷത ബഹുമാനപ്പെട്ട പലമുണ്ട ഉസ്താദുകൾ ഇല്ല, ബഹുമാനപ്പെട്ട കെ ടി മുഹമ്മദ് റഫീഖ് അവരുകളെ, അതുപോലെ തന്നെ ഇവിടുത്തെ ജമാഅത്തിന്റെ എല്ലാമായ ബഹുമാനപ്പെട്ട അസ്റഫ് ഫൈസി അവരുകളെ, അതുപോലെ തന്നെ ഈ നാട്ടിന്റെ തൊട്ടടുത്ത കിട്ടമലയുടെ ഖതീബായ ബഹുമാനപ്പെട്ട അബ്ബാസ് ഫൈസി അവരുകളെ, അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരനും ഉറുദു ഉസ്താദിന്റെ കൂട്ടുകാരനും ശരീഫുമായ ബഹുമാനപ്പെട്ട സൈനാർ ഫൈസി അവരുകളെ, അതുപോലെ തന്നെ ഹംസാജി അബ്ദുറഹ്മാൻ കബക്ക അബ്ദുറഹ്മാൻ ബേനിക്കെ, ഹുസൈൻ കൊടാജെ മുഹമ്മദ് ആജി കബക്ക മുഹമ്മദ് തേഗരാജെ തുടങ്ങിയ അബ്ദുൽ നാസർ മുസ്ലിയാർ, കെ ടി മുഹമ്മദ് ബി കെ ഇബ്രാഹിം സാബു ആജി അൻവർ ഖാലിദ് തുടങ്ങിയ പ്രഗത്ഭരായ നേതാക്കന്മാരെ, എന്റെ മുമ്പിലിരിക്കുന്ന പണ്ഡിത മഹത്തുക്കളെ, ഉസ്താദുമാരെ, കാരണവന്മാരെ, ചെറിയവരെ, വലിയവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംരംഭത്തിൽ ഈ സമയത്ത് ഈ പള്ളിയുടെ തിരുമുറ്റത്ത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് നമ്മെ ഒരുമിച്ച് കൂട്ടിയതുപോലെ അല്ലാഹു എന്നെയും നിങ്ങളെയും നമ്മുടെ കുടുംബത്തിന്റെയും അല്ലാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടിയ ബഹുമാനപ്പെട്ട സ്മരിക്കുന്നതായ മാസത്തിന്റെയും ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മെ എല്ലാവരെയും അവന്റെ ജന്നാത്തുൽ നഈം എന്ന സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഞാൻ ഒരു നീണ്ടൊരു ഉദ്ഘാടന പ്രസംഗം നടത്താൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇന്നത്തെ സുദ്ധി പേപ്പർ നോക്കുമ്പോൾ തന്നെ ത്യാഗരാജനെ കുറിച്ചിട്ടും ഇതിനുണ്ടാക്കിയതിനെ കുറിച്ചിട്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിനെ കുറിച്ചിട്ടും നമ്മുടെ സുദ്ധി പത്രത്തിൽ വിശദമായി വേണുപോലെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ആളുകൾ കരപ്പെട്ടവർ അപ്പൊ ഞാൻ മനസ്സിലാക്കി ആളുകൾക്ക് വരുന്നവർക്ക് തന്നെ ഒരു വൃത്തിയായിരിക്കും. അതോടൊപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട ഇവിടുത്തെ ഖതീബായ ബഹുമാനപ്പെട്ട അസ്റഫ് ഫൈസി അവர்கள் സാരത്വമായ ഒരു സ്വാഗത പ്രസംഗമല്ല, ഒരു മുഖ്യ പ്രഭാഷണം പോലെ നടത്തുന്നത് പോലെ ബഹുമാനപ്പെട്ട നമ്മുടെ അസ്റഫ് ഫൈസിന്റെ കൂട്ടുകാരൻ നടത്തിയ ആരോഗ്യപ്രധാന പ്രദാനം ചെയ്ത് കൊടുക്കുമാരാകട്ടെ. അതുപോലെ എന്റെ കൂട്ടുകാരൻ നമ്മുടെ സഹപ്രവർത്തകരുമായ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഫൈസി കൂടുതൽ ഉസ്താദുകൾ എത്തിയിട്ടുണ്ട്. നാട്ടുകാരും ജമാഅത്തുകാരൊക്കെ നാട്ടിലേക്ക് സദസ്സിലേക്കൊക്കെ വന്നിട്ടുണ്ട്, അവരോർക്കുന്നു. അതുകൊണ്ട് ഞാൻ കൂടുതലായി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുപാട് ഉസ്താദുമാരുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ നൗഫൽദാരും ഇൻഷാ അല്ലാഹ് ജലസനെടുത്ത് എത്തിക്കൊണ്ടുവന്നു. ഇൻഷാ അല്ലാഹ് അതിന് മുമ്പായി നമ്മുടെ വേദിയിലിരിക്കുന്ന നമ്മുടെ നേതാക്കന്മാരും ഉസ്താദുമാർക്കും അല്പം സ്വല്പം സംസാരിക്കാൻ അവകാശം വിട്ടുകൊടുക്കുകയാണ്. അതിന് മുമ്പായി കുറെ വാഴ്ന്നു പറയുന്നത് ശരിയല്ല. ഏതിരുന്നാലും ത്യാഗരാജപള്ളി എന്ന് പറയുമ്പോൾ അത് സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ അത് തുടങ്ങിയത് വളരെ കണ്ണുനീരോടെയാണ്. ബഹുമാനപ്പെട്ട ജബ്ബാർ ഉസ്താദിന്റെ നേതൃത്വത്തിൽ ജബ്ബാർ ഉസ്താദ് തൊത്തുപോകുന്നവരെ പേടിച്ചിരുന്നു. ഇതിന്റെ ഭാവി എന്ന് സംഭവിക്കും, ആ ഭാഗത്തേക്ക് ഞാൻ കിടക്കുന്നില്ല. ഒക്കെ അവരൊക്കെ ഉസ്താദ് പറഞ്ഞതുപോലെ ആരാണ് ജബ്ബാർ ഉസ്താദ്, ആരാണ് ജബ്ബാർ ഉസ്താദ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ലളിതമായ ജീവിതം ഫലമുണ്ട് ഉസ്താദ്. എല്ലാവർക്കും ആരോഗ്യം വിട്ടുകൊടുക്കുമാരാകട്ടെ. ഇന്ന് വരേണ്ടായിരുന്നു, പക്ഷെ ഇവിടെ നിന്ന് പോയിട്ട് പറയാൻ കഴിഞ്ഞില്ല
കേൾക്കാൻ കഴിഞ്ഞു. ഏതായാലും അതിനേക്കാൾ ഉപരിയായി ജീവിക്കുന്ന ബഹുമാനപ്പെട്ട ജബ്ബാർ ഉസ്താദിന് ഏത് വണ്ടിന് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നിങ്ങളെ പോലെ ഉള്ളവർ എത്ര ആളുകൾ വേണം സഹകരിക്കും. പക്ഷേ ജബ്ബാർ ഉസ്താദ് ആഗ്രഹിക്കുന്നില്ല. ഞാൻ മലപ്പുറം സമ്മേളനം പോകുമ്പോൾ ഒരു മുസാഫിർമാരെ പോകുന്നത് പോലെ ഒരു വണ്ടി യാത്ര ചെയ്യുന്നതിന്റെ അവസ്ഥ കണ്ടപ്പോൾ ആർക്കും വേദനിക്കും. കാരണം അതാണ് അവകാശികളാണ്. അതിന്റെ അദ്ദേഹത്തിന്റെ ബാക്കിലാണ് ഞാൻ അദ്ദേഹത്തിന്റെ മധു പറയുന്നത്. അങ്ങനെയുള്ള പണ്ഡിതന്മാർക്ക് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യ റബ്ബ് തആല പ്രദാനം ചെയ്തു കൊടുക്കുമാറാകട്ടെ. അവരാണ് ദീനിന്റെ നിലനിൽപ്പ്, അവരാണ് ദീനിന്റെ നിലനിൽപ്പ്. ഒരു കൽപ്പിക്കാതെ കണ്ട് ഇങ്ങനെ ഒരു മുസാഫിറിനെ പോലെ ആര് വിളിച്ചാൽ ഏത് കുട്ടികൾ സംസാരിച്ചാൽ ചെറിയവരാണോ വലിയവരാണോ മുതലാളിയാണോ എന്നുള്ള വ്യത്യാസങ്ങൾ ആര് കണ്ടാലും ഉണ്ടും. അങ്ങനെയുള്ള ജബ്ബാർ അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഇൽമ കൊണ്ടാണ് ദീൻ നിലനിൽക്കുന്നത്. എന്ത് ഇന്ന് ഈ ലോകം നിലനിൽക്കുന്നത് ആരെ കൊണ്ടാണെന്ന് അറിയുമോ? ഒന്ന് പണ്ഡിതന്റെ ഇൽമ കൊണ്ടാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മളൊന്ന് പണ്ഡിതനല്ല, നമ്മൾ പണ്ഡിതന്മാർ ആ ഭാഗത്തേക്ക് എത്തിയിട്ടില്ല, ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. അതാണ് പണ്ഡിതൻ. പിന്നെന്താണ്? ഫക്കീറിന്റെ ദുആ കൊണ്ടും മിസ്കീനിന്റെ ദുആ കൊണ്ടും ആണ് ഈ ലോകം നിലനിൽക്കുന്നത്. ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഏത് സൽക്കാരത്തിൽ നാം സൽക്കരിക്കുകയാണെങ്കിൽ ഫക്കീർ വേണ്ട, മിസ്കീന്മാർ വേണ്ട, അല്ലെ? വിഐപിന്റെ ആളുകളെ വിളിക്കുന്നു. അത് വിളിക്കണ്ട എന്നല്ല ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്. എന്റെ വിഷയം മാറിപ്പോകുന്നു. വിഐപിന്റെ ആളുകൾ വണ്ടിയുള്ളവനെ വിളിക്കുള്ളൂ. ഉസ്താദിനെ മാത്രമേ വിളിക്കുള്ളൂ. പാവപ്പെട്ട മിസ്കീനെ വിളിക്കാൻ ആരും തയ്യാറില്ല. അല്ലാഹുമ്മ അയ്യിനി മിസ്കീനാ വഅമിദ്നി മിസ്കീനാ വഅസ്ബിർനി ബിദുംറത്തിൽ മസാകീൻ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണെന്ന് അറിയുമോ? എന്നെ നീ മിസ്കീനായി ജീവിപ്പിക്കണേ അല്ലാഹ്, എന്നെ മിസ്കീനായി ജീവിപ്പിക്കണമെന്ന് പറഞ്ഞു. ഞാനും നിങ്ങൾ അങ്ങനെ ദ്വാരക്കണമെന്നല്ല പഠിപ്പിച്ചത്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല നമ്മുടെ ഭാര്യ, സന്താനങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ വീടുകളെ, നമ്മുടെ പള്ളികളെ സമ്പാദിക്കാൻ, അതിനെ നടത്തുവാനുള്ള മുതലും നയമത്തും അല്ലാഹു നമുക്ക് എല്ലാവർക്കും ബഹുമാനാകട്ടെ. അല്ലാഹുമ്മ അയ്യിനി മിസ്കീനാ, എന്നെ മിസ്കീനായി ജീവിപ്പിക്കണേ അല്ലാഹ്. വഅമിദ്നി മിസ്കീനാ, എന്നെ മിസ്കീനായി തന്നെ മരിപ്പിക്കണേ അല്ലാഹ്. ആര് ദുആറുന്നു? അല്ലാഹുവിന്റെ പ്രവാചകനാണ്. ഒരവസരത്തിൽ ബഹുമാനപ്പെട്ട ആയിഷ ബീവിയോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയുണ്ടായി, അല്ലയോ പ്രവാചകരെ, നാളെ മഹ്ശറയിൽ എത്തിയാൽ എനിക്ക് അങ്ങേ എങ്ങനെ കിട്ടും, എങ്ങനെ കണ്ടുമുട്ടും, എങ്ങനെ പരിചയം കിട്ടും? അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായിരിക്കുന്ന ബഹുമാനപ്പെട്ട ബീബി ആയിഷ അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അങ്ങ് വലിയ ഉന്നതമായ പദവിയിലായിരിക്കുമല്ലോ, വലിയ ഡിഗ്രിയിലും വലിയ സ്ഥാനത്തിലും മാനത്തിലുമായിരിക്കുമല്ലോ, തങ്ങളെ എങ്ങനെയാണ് കണ്ടുമുട്ടുക? അപ്പൊ നബി തങ്ങൾ പറഞ്ഞ മറുപടി നമ്മൾ സാധാരണ പുത്തൂർ പോകുമ്പോൾ, മുംബൈക്ക് ഹജ്ജിന് പോകുമ്പോൾ പറയാറുണ്ട്, ഞാൻ പുത്തൂർ കരക്ട് ഓഫീസിനെ കിട്ടും, അവിടെ നോക്കും എന്നെ കിട്ടും, അല്ലെങ്കിൽ പുത്തൂർ ബസ് സ്റ്റാൻഡിൽ കിട്ടും, അല്ലെങ്കിൽ മീൻ്റെ മാറികളിൽ കിട്ടും, എന്തില്ലെങ്കിൽ തിങ്കളാഴ്ച വരുന്ന കാർ സ്റ്റാൻഡിന്റെ അടുത്തേക്ക് കിട്ടും. ഒരു പരിചയപ്പെട്ടവിടെ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നീ എന്നെ നോക്കണം, നാളെ മഹ്ശറ എന്നെ പരിധി കിട്ടിയില്ല എങ്കിൽ നന്മ തലാസുകൾ കൂക്കുന്ന സ്ഥലത്തേക്ക് എന്നെ നോക്കുക, അവിടെയും എന്നെ കണ്ടില്ല എങ്കിൽ സിറാത്ത് പാത കിടക്കുന്ന സ്ഥലത്തും എന്നെ കണ്ടില്ല എങ്കിൽ, നീ എവിടെ നോക്കി എന്നെ കണ്ടില്ല എങ്കിൽ ആയിഷ മിസ്കീന്മാർ നിൽക്കുന്ന ഷഫിൽ എന്നെ കണ്ടെത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇതാണ് പ്രവാചകന്റെ സവിശേഷത. അത് ഞാൻ പറഞ്ഞത് ഫക്കീരന്മാരെ ദുആ കൊണ്ടാണ് ലോകം നിലനിൽക്കുന്നത്. നമ്മൾ ഫക്കീരന്മാരെ വിളിക്കാറില്ല, അതിന് കൊടുക്കുമ്പോൾ സാധുക്കൾ നാം വിളിക്കാറില്ല. നിങ്ങളെ കുറിച്ച് ഞാൻ ആക്ഷേപിച്ച് എന്നെ കുറിച്ച് ഞാൻ പറഞ്ഞത്, എന്റെ പിന്നെ സർക്കാരിന്റെ വീട്ടിൽ ഒരു സൽക്കാർ നടത്തുകയാണെങ്കിൽ ഞാൻ വലിയവരെ നോക്കി വിളിക്കണം. വിളിക്കണ്ട വിളിച്ചോളി, വിളിക്കണ്ട എന്നല്ല,
പക്ഷേ സാധുക്കാനാമാരെ കണക്കെടുക്കുന്നില്ല. പാവപ്പെട്ടവനെ മോചനത്തിന് വേണ്ടി ശബ്ദിച്ച പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അപ്പൊ നാം പറഞ്ഞുകൊണ്ട് വന്നത് അങ്ങനെയുള്ള ആലിമീങ്ങൾ കൊണ്ടാണ്, പണ്ഡിതന്റെ ഇൽമ കൊണ്ടാണ്, ഫക്കീറിന്റെ ദുആ കൊണ്ടാണ്, മിസ്കീന്റെ ദുആ കൊണ്ടാണ്. പിന്നെന്തോ പണക്കാരന്റെ പണം കൊണ്ടാണ് ലോകം നിലനിൽക്കുന്നതെന്ന് നബിയുനാ റസൂലുള്ളാഹി